തീരമോ തരംഗമോ രാജസാഗരമോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ എണിച്ചപ്പോൾ ഞാൻ പല്ല് കഴിക്കാൻ പോയി ഗായ്സ്. അങ്ങനെ അതിന് ശേഷം ഞാൻ ടെറസിലേക്ക് പോയിട്ട് ഒന്ന് സ്ട്രെച്ചപ്സും എക്സസൈസും യോഗ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ടെറസിൽ കൂടി. അപ്പോൾ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ സാറ്റർഡേ സൺഡേ മിക്സ്ഡ് ആയിട്ടൊരു വ്ളോഗാണ് കേട്ടോ. കാരണം സാറ്റർഡേ മാത്രം കാണിച്ചൊന്നുണ്ടാവില്ല, സൺഡേ മാത്രം കാണിച്ചൊന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബുദ്ധിപരമായി വളരെയധികം ബുദ്ധിപരമായി രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടി കഴിച്ചൊരു അവിയലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ സാറ്റർഡേലത്തെ ഏർലി മോർണിംഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തൊരു കാണാം. അങ്ങനെ അന്ന് ഏർലി മോർണിംഗ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഞങ്ങൾക്ക് ഇന്ന് ഒരു 11 മണി, അപ്പോൾ ആ സമയം അപ്പോൾ ഞങ്ങൾ അക്ഷയെ പോകാൻ വേണ്ടി കയറാൻ നിൽക്കുമായിരുന്നു ബസ് കയറാൻ. അപ്പോൾ ഞാൻ കറക്റ്റ് വീട് സമയത്ത് ബസ് വരുന്നു ഗൈസ്. വാട്ട് എ കോയിൻസിഡൻസ് ഓഫ് ദ ഇയർ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് ബസ്സിൽ കയറാണ്. ബസ്സിൽ കയറുമ്പോഴാണെങ്കിൽ എൻ്റെ അപ്പുറത്തിന് ചേച്ചി എൻ്റെ നോക്കി കൊച്ചു എന്തിരീ കാണിക്കണത്, എന്തി കൊച്ചു അങ്ങനത്തെ രീതിയിൽ ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും ഗൈസ്. ഞാൻ വളരെയധികം എൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽസൊക്കെ ഞാൻ അവിടെ അങ്ങ് വെളിപ്പെടുത്തി കുറേ വീഡിയോ അങ്ങ് വാരി വലിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എൻജോയ് ചെയ്യും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ സാറ്റർഡേലത്തെ ഏർലി മോർണിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഏർലി മോർണിംഗ് എടുത്ത വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണാം. അപ്പം നമ്മളിത് അക്ഷയിലെത്തി. എത്തിയിട്ട് ഞാൻ ചുമ്മാ അവിടുത്തെ ഓരോരോ കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്താണ്. പിന്നെ അക്ഷയുടെ ഉള്ളിൽ കേട്ട് ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്കാണെങ്കിൽ ഭയങ്കര മടി. കാരണം ഞാൻ ഈ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കണമൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും എന്നെ തന്നെ. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ക്രിഞ്ച് മടിയൊക്കെ ആയിട്ട് പിന്നെ അധികമൊന്നും എടുക്കാൻ പോയില്ല കൈസ്. ഉള്ള കുറച്ചൊക്കെ എടുത്തു. പിന്നെ അധികമൊന്നും എടുക്കാനില്ല കൈസ്, പ്രത്യേകിച്ച് നടന്നില്ല. അപ്പം അത് എടുക്കാനൊന്നുമില്ല അങ്ങനെ സംഭവം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും എനിക്ക് വീട്ടിലാണുള്ളൊരു മോട്ടിവേഷനും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പുതിയ ചാനലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ബസ് കയറാൻ വേണ്ടി വീണ്ടും സ്റ്റാൻഡിൽ നിന്നപ്പോൾ ആണെങ്കിൽ അവിടെ കണ്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്രതിമ. അപ്പോൾ അത് ഫുട്ബോൾ ചവിട്ടി നിൽക്കുന്ന ഒരു സ്ത്രീ. ഞാൻ എന്താ അത് സിംഗപ്പെണ്ണാണോ ബിഗിലിലത്തെ പോലെ അങ്ങനെയൊക്കെ. പിന്നെ നമ്മളിവിടുന്ന് ലോലിപോപ്പും അങ്ങനെ എന്തൊക്കെ വാങ്ങിച്ചത്. പിന്നെയും ബസ് കയറി നമ്മുടെ വീട്ടിലേക്ക് വരാണ് ഗൈസ്. അങ്ങനെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഗൈസ്. നിങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കുറച്ച് ബേക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ്, സൺഡേ ആണ് എടുക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ പലർക്കും അറിയാം, എനിക്ക് പാൽ ചായ കുടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പാലിൽ ബൂസ്റ്റ് ഇട്ട് കുടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ആ ബൂസ്റ്റ് എന്താ പറയുക, ആ പാല് കിട്ടത് വീഴുന്നില്ല ഗൈസ്. ഞാൻ ആകെ ചമ്മി നാറിപ്പോയി. അതിനുശേഷം ഞാൻ പിന്നെ സ്പൂൺ അങ്ങനെയായിട്ട് ഇളക്കി കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡ് കൈവിടില്ല ഗൈസ്, ആറ്റിറ്റ്യൂഡ് കൈവിടില്ല. അങ്ങനെ ചായ കുടിച്ച് അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലാസ്റ്റാണ് പൊറോട്ടയും ചിക്കനും ആയിരുന്നു. പൊറോട്ട അതും ചിക്കനും ആയിരുന്നു. അപ്പം എനിക്കങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ചുമ്മാ വയർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം എടുത്തേക്കും. അപ്പോൾ ഗൈസ് നമ്മൾ എക്സാം വിന്നറിൻ്റെ ക്ലാസ് കാണാണ് കേട്ടോ, ഫിസിക്സ്. അപ്പം ഗൈസ് അത് കണ്ടിട്ട് ഞാൻ വരാം. ബൈ ബൈ ഗൈസ്. ഞാനങ്ങനെ എക്സാമിൻ്റെ ക്ലാസ് കാണാൻ പോയി. അതിൻ്റെ കുറേ ഡയലോഗ്സും കുറേ ഷോഫും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ ക്ലാസ്സും കാണട്ടെ, ഇന്നത് മാത്രമൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ കെമിസ്ട്രി എനിക്ക് എക്സാമിനാണെങ്കിൽ ചിലപ്പോൾ ഫിസിക്സ് അങ്ങനെ പലതും പല സബ്ജക്റ്റും പല ഇതാണ് എനിക്ക്. അപ്പോൾ ഞാൻ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഞാൻ വലിയ കോൺസെൻട്രേഷൻ അങ്ങനെ എനിക്ക് അറിയത്തില്ല. എനിക്ക് മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് അപ്പോൾ തന്നെ ആപ്പിൻ്റെ പറയും പോകും. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നിങ്ങൾ അങ്ങനെ എല്ലാവരും എൻ്റെ പോലെ ആണെന്നില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ ഇപ്പോൾ +1 ഗൈസ്, അറിയാത്തവർക്ക് വേണ്ടി. ആരും ചോദിച്ചില്ല, ഞാൻ വെറുതെ പറയാണ്. അപ്പോൾ എൻ്റെ അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇങ്ങനെ ബൾബിളാന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഞാൻ കുറച്ച് സ്പീഡ് കുറയ്ക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ജനിച്ചപ്പോൾ മുതൽ സ്പീഡിൽ സംസാരിച്ച് എനിക്കിപ്പോൾ പതുക്കെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, അതങ്ങനെ. എന്തിനാ പറഞ്ഞത്? വേണ്ട, കടന്നോട്ടം. എനിക്കൊന്നും പറയാനില്ല ഗൈസ്, എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ തുടങ്ങിയില്ലുള്ളൂ ഈ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയാണ്. പിന്നെ എൻ്റെ ക്യൂട്ട്നെസ് നമ്മൾ എവിടെയും വിട്ടു കൊടുക്കരുത്. കുറേ ക്യൂട്ട്നെസ് ഞാൻ അങ്ങ് വാരി വെതറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ ജാറിൽ അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടത് ഇതിങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.
സൊക്കി അത് കണ്ടിട്ട് അത് കാണാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടാൽ മതി. അപ്പം ആ സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ചിലർ ഞാൻ ഓർമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ അതിനകത്ത് പിന്നെ ആണ്ടലാവട്ടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ പേര് എനിക്ക് അറിയാട്ടോ, പിന്നെ ചോരക്ക അങ്ങനെയാണ് പേര് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ കുറേ പൊട്ടിച്ച് കളിച്ചു. നല്ല രസമാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്ന ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ പേരെന്താ, ഒരു മധുരമുള്ള സംഭവം, എനിക്ക് പേരറിയത്തില്ല. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇത്ര നേരം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. എനിക്ക് തുറന്നു പറയാനും മടിയില്ല. അങ്ങനെ ഞാൻ പഠിക്കാനിരുന്നു. അപ്പോഴാണ് ഗൈസ് കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു, എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നത്. ഞാനാണെങ്കിൽ ആ ഓടികളിൽ ആ നോക്കിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. പിള്ളേർ എന്താ കളിക്കുന്നത്, ആരൊക്കെയാണത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. അതിനുശേഷം ഞാൻ പിന്നെ അത് വാപ്പിച്ച് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്തൊക്കെയോ ട്രിക്സ് അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ അത് കഴിച്ചു. അപ്പോഴും ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. അത് പഠിച്ചു തന്നെ കുളിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടിക്ക് പോയത്. അങ്ങനെ ഞാൻ കുളിച്ച് കുറേ നേരം മിറർ സെൽഫി കിട്ടുന്നതിനും കർട്ടൻ അടച്ചു. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ കർട്ടൻ തുറന്നാൽ ഈ സന്ധ്യ ആകുമ്പോൾ കർട്ടൻ അടയ്ക്കാറ്. അതെന്നും അങ്ങനെയാണ്. ഞാൻ തള്ളുന്നില്ല കേസ്. കർട്ടൻ്റെ ആൾ തുറന്നാൽ ഇങ്ങനെയാണ് അടയ്ക്കാറ്. എന്തൊക്കെയാണ് പറയണേ. അതിനുശേഷം പിന്നെ എന്താ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ എൻ്റെ കലകളൊക്കെ ഫോണിൽ നിറയും. ഇതേപോലെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ നിറയ്ക്കും എൻ്റെ ഗാലറി ഗൈസ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചുമ്മാ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം സെയിങ് ഗൈസ്. അങ്ങനെതാ ഞാൻ അതൊക്കെ എടുത്ത് പിന്നെ പറഞ്ഞില്ല എൻ്റെ ഇതിൽ ഇന്ന് ഞാൻ മറ്റേ ആ ജാറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ച സംഭവമാണ് ഈ ഒരു ഇത്. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഒരു ഹരത്തിന് വേണ്ടി ചുമ്മാ ഞാൻ ആ ഒരു ഗോലി അത് കിട്ടും. അത് എന്ത് പോക്കാണ് ഗൈസ്. ഞാനങ്ങ് വേണ്ടായിരുന്നു തോന്നി. അത് ഭയങ്കര പറക്കിക്കൊണ്ട് ഭയങ്കര കട്ടിലിൻ്റെ അടിയിലേക്കും മേശയിലേക്ക് മുമ്പിൽ കൈയിട്ടെടുക്കലൊക്കെ ഭയങ്കര ടഫാണ്. അപ്പം അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ വേണ്ട എല്ലാം കൂടെ നമുക്ക് തിരിച്ച് ആ കുപ്പിയിലേക്ക് തന്നെ വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വയ്ക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എങ്ങനെയോ നോക്കി എന്താ പറയുക സെറ്റാക്കി വെച്ചു. അതിനുശേഷം പിന്നെ അത് ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലേക്ക് ആക്കാമെന്ന്. വേണ്ടായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു തോന്നി. അത് മൊത്തം ഞാൻ ഇട്ട വഴിക്ക് അപ്പം തന്നെ അത് മൊത്തം സ്പ്രെഡായിട്ട് റൂം മൊത്തം നിറഞ്ഞ ആ അവസ്ഥയായി. അങ്ങനെ അതിനുശേഷം പിന്നെ എന്താ അതൊക്കെ ഞാൻ കുപ്പിയിലേക്ക് നിറയ്ക്കണം. ആ സമയത്തും ഒരു ലോഡ് സാധനം താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. കുറേ എൻ്റെ ഡെസ്കിന് ഉരുണ്ട് താഴേക്ക് പോയി. അപ്പോൾ അത് ഞാൻ പിന്നെയും അത് വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെ അത് പോയി പറക്കലായിരുന്നു. നിങ്ങൾ വീഡിയോ ആദ്യം ഒന്ന് സൂക്ഷിച്ച് നോക്കി കാണിച്ചാൽ കുറേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ കുപ്പിയിൽ തുറന്നപ്പം അതിൻ്റെ ഹാഫ് ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നുമില്ല, പകുതി ഇപ്പോൾ താഴെ പോയിട്ടുണ്ട്. അങ്ങനെ അതും ഞാൻ കുറേ പിറക്കി വെച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഉപ്പാടുള്ള കേസ്. അങ്ങനെ അതിനുശേഷം ഞാൻ എന്താ ജനലിൽ നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ അത്ര അതിന് ഭംഗി തോന്നുന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. എനിക്ക് നല്ലൊരു മൈൻഡ് ഫീലായിരുന്നു കണ്ടപ്പം. പക്ഷേ വീഡിയോ അത്ര ഒരു ഭംഗിയില്ല കാണാൻ, പക്ഷേ നേരിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ ജനലിൽ കൈ പിടിച്ച് ഇത് ഹാളിലത്തെ ജനലാണ്. ഹാളിലത്തെയാണോ അവിടുത്തെ അറിയത്തില്ല ഗൈസ്. പിന്നെ നമുക്ക് ഡിന്നറിന് മാങ്ങാച്ചാറും പിന്നെ മീൻകറി ആർക്ക് വേണം. എനിക്ക് മീൻകറി വേണ്ട ഗൈസ്, എനിക്ക് മീൻകറി വേണ്ട. ഞാൻ മീൻകറി വിരോധിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടോ. ഇന്ന് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വന്നപ്പോൾ ഞാൻ അത് കമത്തി എൻ്റെ ഇതിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ പോലും എനിക്ക് വേണ്ട ഇതുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതും മാങ്ങാച്ചാറ് മീൻകറി ഉണ്ട്. പക്ഷേ മീൻകറി വിരോധി ഞാൻ കഴിച്ച് മീൻകറി ഇഷ്ടമല്ല കേട്ടോ, എനിക്കിതുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഇതുണ്ടാവുള്ളൂ. ബൈ ഗൈസ്, ലവ് യു.